ഞാൻ ബില്ലി. അപ്പൊ ഞാൻ ഒരു തിയേറ്ററിന്റെ കാര്യങ്ങൾ പറയാനാണ് നിന്നത്. അതായത് വേറൊരു തിയേറ്റർ അല്ല, ചാലക്കുടിയിലുള്ള നമ്മുടെ സുരഭി തിയേറ്റർ. സുരഭി തിയേറ്റർ എന്ന് പറഞ്ഞാൽ അതായത് ചാലക്കുടിയിലെ ഏറ്റവും നല്ല തിയേറ്റർ എന്ന് അവകാശപ്പെടുന്ന തിയേറ്ററാണ് സുരഭി തിയേറ്റർ. അങ്ങനെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ പറയല്ല, ഇപ്പൊ ചാലക്കുടിയിലെ ഏറ്റവും ബെറ്റർ അത് തന്നെയാണ്. കാരണം വേറെ ആ ക്വാളിറ്റിയിലുള്ള ഒരു തിയേറ്റർ വേറെ അവിടെ ഇല്ലെന്ന് തന്നെ പറയാം. പിന്നെ ഞാനവിടെ കുറെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. അതിപ്പോ ഏതൊക്കെയാന്ന് പറയാനൊന്നും പറ്റുന്നില്ല, കാരണം ഞാൻ ഉണ്ടാവില്ല. ഞാൻ അവിടെ എന്തായാലും ആദ്യമായിട്ട് കണ്ട പടം ചതിക്കാത്ത ജന്തു കണ്ടതാണ്. ചതിക്കാത്ത ജന്തു കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ തിളക്കം കണ്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ എന്റെ ചെറുപ്പത്തിൽ കണ്ട പടങ്ങളാണ്. പിന്നെ അവിടെ സത്യം പറഞ്ഞാൽ ഈ 2014 തൊട്ട് ഒരുമാതിരി പടങ്ങള് അവിടെ കണ്ടിട്ടുണ്ട്. അതായത് ഹീറോ, പൃഥ്വിരാജിന്റെ ഹീറോ പടം അത് ഞാനൊരു 4 തവണ സെർവിയിലിരുന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ കമ്മത്തങ്ങമ്മത്ത് മമ്മൂക്കയുടെ പടം, അതും ഈ പറഞ്ഞ ഒരു 4 തവണ കണ്ടിട്ടുണ്ട്. പിന്നെ ഏതാ പിന്നെ ദിലീപിന്റെ 2 കൺട്രീസ്, അത് 2 തവണ അവിടെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ഞാൻ കണ്ട പടം എന്ന് പറഞ്ഞാൽ പാപ്പൻ. മറ്റേ ഈ 2 കൺട്രീസും ഇതൊക്കെ കണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ 2 സ്ക്രീൻ ഉണ്ടല്ലോ, ആ മുകളിലുള്ള സ്ക്രീനിലാണ് ഞാൻ ഇരുന്ന് കണ്ടത്. അതായത് ബാൽക്കണി പൊളിച്ച് പുതിയ തിയേറ്റർ ആക്കിയ ആ സ്ക്രീൻ, അവിടെയാണ് ഈ പടങ്ങള് 2-3 തവണയൊക്കെ കണ്ടത്. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത്ര അതായത് തിയേറ്റർ എന്ന് പറഞ്ഞാൽ നല്ല ഓഡിറ്റോറിയം പോലെ നല്ല വിശാലമായൊരു തിയേറ്ററാണ്. അത്രയും വലിയൊരു തിയേറ്ററിൽ ഇപ്പോഴും 4K കളിക്കുന്നുണ്ട്. അത് ഓക്കെ, 4K നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളുള്ള 4K തന്നെയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ആ തിയേറ്ററിൽ ഒരു 7.1 സൗണ്ടാണ്. അതൊരു അറ്റ്മോസായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട കാലം കഴിഞ്ഞു. കാരണം സൗണ്ടിന്റെ മാത്രം എനിക്ക് അവിടെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഈ KGF ഞാനിങ്ങനെ 10 തിയേറ്ററിൽ ഞാൻ കണ്ടായിരുന്നു KGF. അപ്പൊ അതിലൊരു തിയേറ്ററിലാണ് സെരുബിയിലിരുന്ന് കണ്ടത്. സെരുബിയിലിരുന്ന് കണ്ടതെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഫ്രണ്ടിലിരുന്നു. അത് അന്ന് ഏതൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഇങ്ങനെ സൗണ്ടിന്റെ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കണേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത്. എന്നാ പിന്നെ അത് അറിയണമല്ലോ എന്ന് വിചാരിച്ചാൽ അവിടുത്തെ സൗണ്ടിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി തന്നെയാണ് ഏറ്റവും ഫ്രണ്ടില് സെൻട്രൽ സീറ്റ് ഞാൻ ബുക്ക് ചെയ്തത്. പക്ഷെ സെൻട്രൽ സീറ്റ് ഏറ്റവും ഫ്രണ്ടിലായിരുന്നിട്ട് പോലും സബ് ഊഫറിന്റെ ആ എഫക്റ്റ് കിട്ടൂല. കാരണം എന്ന് പറഞ്ഞാൽ വ്യക്തമാണ്. അതായത് തിയേറ്റർ വഞ്ചി പോലെയാണ്, ആ ഷേപ്പിലാണ് തിയേറ്ററിന്റെ സീറ്റിങ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സബ് ഊഫർ വെച്ചതിന്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു പലക പോലെ കെട്ടി തിരിച്ചിട്ടുണ്ട്. അപ്പൊ ആ പലകയില് സബ് ഊഫറിൽ നിന്ന് പറഞ്ഞ സൗണ്ട് അടിച്ചിട്ട് നമുക്ക് കേൾക്കാം. അതായത് അടിച്ചിട്ട് കുറച്ച് പൊന്തി പോണ പോലെയാണ് ആ സൗണ്ട് വരുന്നത്, സബ് ഊഫറിന്റെ സൗണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഫ്രണ്ടിൽ എന്തായാലും സബ് ഊഫറിന്റെ ആ ഒരു പവർ കിട്ടില്ല. പവർ കിട്ടണമെങ്കിൽ അതിന്റെ മിഡില് കുറച്ച് മുമ്പിലൊക്കെ ആയിട്ട് ഇരുന്നാലേ അതിന്റെ ഇത് കിട്ടുള്ളൂ, ആ സബ് ഊഫറിന്റെ എഫക്റ്റ്. അതേപോലെ തന്നെ ഏറ്റവും പിറകിലേക്ക് പോയാലും ഇപ്പൊ പാപ്പം കണ്ടത് അങ്ങനെയാണ്. ഏറ്റവും പിറകിലിരുന്ന് ഞാൻ കണ്ടത്. അങ്ങനെ കണ്ടപ്പോ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ സബ് ഊഫറിന്റെ എഫക്റ്റ് ഒന്നും അത്ര പിറകിലോട്ട് വരുന്നില്ല. അത് മാത്രല്ല ശരിക്കും പിറകിലിരുന്ന് കേൾക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് സൗണ്ട് മാത്രമാണ്. പിന്നെ മൊത്തത്തിൽ കിട്ടും, പക്ഷെ കൂടുതൽ കിട്ടുന്നത് സറൗണ്ട് ലെഫ്റ്റും റൈറ്റും സൗണ്ട് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പം കൂടി എനിക്ക് തോന്നിയിരുന്നു. അത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഇന്റർവെൽ പഞ്ച് സമയത്ത് ഒരു BGM വന്നിട്ടുണ്ട് സുരേഷ് ഗോപി വരുമ്പോ. ആ BGM ഒക്കെ ലെഫ്റ്റ് സറൗണ്ട് സ്പീക്കറിൽ നിന്നൊക്കെ കേൾക്കുമ്പോ നല്ല രസം. സറൗണ്ട് സ്പീക്കറിൽ നിന്നാണ് മെയിൻ ആയിട്ടും കേട്ടത്. അതായത് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ബാസും കാര്യങ്ങളും ആ സമയത്ത് ഉണ്ടായില്ല, സറൗണ്ടിൽ നിന്ന് മാത്രമേ വന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ തിയേറ്റർ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം സൗണ്ടിന്റെ ഒരു കാര്യത്തിൽ പോരായ്മയുണ്ട്. വേറെ കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും ഇനിയും പടങ്ങൾ കാണാൻ സാധിക്കട്ടെ, അങ്ങനെ വേണം പറയാൻ. ശരി എന്നാ.